അമേരിക്ക ലോകത്തുള്ള നിരവധി രാജ്യങ്ങളിൽ ലോക പോലീസ് കളിക്കാൻ വേണ്ടി ഇടപെടുകയും ഏറ്റവും ഒടുവിൽ അവിടെ നിന്നൊക്കെ പലപ്പോഴും അവരുടെ ആഗ്രഹ പൂർത്തീകരണം സാധ്യമാകാതെ മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ചെറുത്തുനിൽപ്പുകളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വിയറ്റ്നാമിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ 20 കൊല്ലം യുദ്ധം ചെയ്യുകയും നിരവധി കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആ ഡോളറുകൾ അവിടുത്തെ വികസനത്തിന് വേണ്ടി കൊടുത്തിട്ട് അതെല്ലാം തന്നെ കൈക്കലാക്കി വലിയ അഴിമതിപ്പണം അവിടെയുള്ള മേലുദ്യോഗസ്ഥന്മാർ അഫ്ഗാനിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥന്മാരെ കൈപ്പറ്റുകയും ചെയ്തതിന് ശേഷം ഇവരെ കൊണ്ട് മടുത്തതിന് ശേഷം യാതൊരു പ്രയോജനമില്ലെന്നും ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെയുള്ള സൈനിക മേലധികാരിയോട് പോലും ഒരു വാക്ക് പോലും പറയാതെ വിമാനത്തിൽ കയറി സ്ഥലം വിടുകയാണ് അമേരിക്ക ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പരാജയപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആ അമേരിക്കയുണ്ടായിട്ടുള്ള യുദ്ധങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടുള്ള യുദ്ധം കൂടി അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലുള്ള ഏറ്റവും വലിയ തമാശ, അമേരിക്ക യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യം ഒരു റെജീം ചേഞ്ച് ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്ക അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. പകരം അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഹോർമൂസ് കടലിടുക്ക് മോചിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം ചെയ്ത് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഇറാൻ അതിനിടക്ക് അവരുടെ ഒരു ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്യുകയും ഹോർമൂസ് കടലിടുക്ക് അവരുടെ അധീനതയിലല്ലായിരുന്നു ആ കടലിടുക്ക് അവർ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും യഥാർത്ഥത്തിൽ അവരുമായി ഇപ്പോൾ ഇത് വിട്ടുകിട്ടുന്നതിന് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളാരും വിചാരിച്ച് കളയരുത് ഞാൻ ഇറാനെ അനുകൂലിക്കുന്ന ഒരാളാണ്. ഇറാൻ്റെ മതഭരണകൂടത്തെയൊന്നും ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ മനുഷ്യാവകാശ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നിരവധി പേരെ കൊന്നുകൊണ്ടിരുന്ന ഒരു വൃത്തികെട്ട മതഭരണകൂടമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. കാരണം 2018 തന്നെ മഹ്സ ആമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വന്തം കുടുംബവുമായിട്ട് കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറ്റത്ത് അതിൻ്റെ തലയിൽ കിടന്ന ഹിജാബിൻ്റെ ഒരു ചെറിയ പീസ് ഒന്നിങ്ങനെ മാറി മുടിയൊത്തിരി കണ്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പോലീസ് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു. ഇതാദ്യമായി കേൾക്കുന്ന ആളുകൾക്കൊക്കെ വലിയ അത്ഭുതം തോന്നും. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. ഇറാനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം നിരീക്ഷിക്കാൻ വേണ്ടി തന്നെ ചെല്ലും ചെലവും കൊടുത്ത് പോലീസുകാരെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള പോലീസ് ഈ ഇസ്ലാം മതവിശ്വാസ പ്രകാരമല്ലാതെ അതുകൊണ്ട് അവരുടെ ശരിയ നിയമപ്രകാരമല്ലാതെ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ ഈ മഹ്സാമിനെ പിടിച്ചുകൊണ്ട് പോവുകയും ടോർച്ചർ ചെയ്യുകയും ആ പെൺകുട്ടിയുടെ കരച്ചിൽ പുറത്തുനിന്ന് സഹോദരന്മാരടക്കം കേൾക്കുകയും കാല് പിടിച്ചിട്ട് വിടാതിരിക്കുകയും പിറ്റേ ദിവസം ഡെഡ് ബോഡിയായി കൈകളിലേക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം ആ ഭരണകൂടം ഒന്ന് ആടി ഉലഞ്ഞിരുന്നു. ഏതാണ്ട് 2 മാസം നീണ്ടുനിന്ന വലിയ പ്രക്ഷോഭത്തിൽ അവർക്ക് അടിച്ചമർത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. കാരണം സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകളൊക്കെ തന്നെ പ്രക്ഷോഭത്തിലിറങ്ങുകയും ഡിക്റ്റേറ്റർ തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡിക്റ്റേറ്ററെ അവസാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുള്ള അലി ഖൊമൈനിക്കെതിരെ തന്നെ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ് തന്നെ ഇനി മത പോലീസിനോട് റോട്ടിൽ നിന്ന് ആളുകളെ പിടിക്കേണ്ട എന്ന് പറയുകയും പകരം സെക്യൂരിറ്റി ക്യാമറകളും ഈ പറഞ്ഞ പോലെ സർവൈലൻസ് ക്യാമറകൾ വെക്കുകയും ആ ക്യാമറകളിലൂടെ നമ്മുടെ ഇവിടെ ട്രാഫിക് നിയമങ്ങളൊക്കെ നോക്കുന്ന പോലെ തലയിൽ ഹിജാബ് ഇടാതെ പോകുന്ന പെൺകുട്ടികളെ കണ്ടെത്തുകയും അങ്ങനെ അവരെ ഈ പറഞ്ഞ പോലെ ഫേസ് ഡിറ്റക്ടർ ഉപയോഗിച്ച് തിരിച്ചറിയുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർക്ക് ഫൈൻ ഈടാക്കുന്ന നോട്ടീസുകൾ അയക്കുന്ന പതിവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു നാടാണ് ഇറാൻ എന്ന് പറയുന്ന കാര്യത്തിലൊരു സംശയമില്ല. അവർ അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമില്ല. പക്ഷേ അവിടത്തെയുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് നന്നാക്കാൻ വേണ്ടി വേറൊരു ഭരണകൂടം ചെന്നിറങ്ങുന്നത് നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അതിപ്പോൾ വെനസ്വേലയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ തന്നെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ തന്നെ ആരെങ്കിലും ഭരിക്കുന്നു, ആ ഭരിക്കുന്നവർക്ക് എന്താണ്, അവരുടെ സ്വേച്ഛാധിപതികളാണ്, അവരിവിടെ മോശമായിട്ടുള്ള ഭരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു രാജ്യത്തിന് എങ്ങനെയാണ് ആക്രമിക്കാൻ കഴിയുക? അങ്ങനെ ആക്രമിക്കാൻ കഴിഞ്ഞാൽ നാളെ ചൈനക്ക് തായ്വാൻ ആക്രമിക്കാം, റഷ്യക്ക് വേറെ ഉക്രൈൻ ആക്രമിക്കാം, അങ്ങനെ ആർക്കും ആരെ വേണമെങ്കിലും ആക്രമിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും. എന്ന് പറഞ്ഞാൽ ഒരു നാഥനില്ല കളരിയായി മാറും. കരുത്തുള്ളവരും ശക്തിയുള്ളവരും ഈ പറഞ്ഞ കാര്യക്കാരനാകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അത്തരമൊരു അവസ്ഥയിലേക്കാണ് അമേരിക്ക എത്തിച്ചേർന്നത്. അമേരിക്ക വിചാരിച്ചത് ഇത് പെട്ടെന്ന് ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് യുദ്ധം തീർക്കാം, അതിനുശേഷം റെജീം ചേഞ്ച് ഉണ്ടാക്കാം, എന്നിട്ട് റിസ പഹൽവി എന്ന് പറയുന്ന പഴയ രാജാവിൻ്റെ കൊച്ചുമകനെ അവിടെ കൊണ്ടുവന്ന് വാഴിക്കാം, അതോടുകൂടി അവിടുത്തെ എണ്ണപ്പാടങ്ങളുടെ പേരിലുള്ള നിയന്ത്രണം തങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടിയാൽ ഞാൻ നേരത്തെ വിശദമാക്കേണ്ടത് 36% വരുന്ന എണ്ണ ശേഖരം ലോകത്ത് ഞങ്ങളുടെ കൈകളിലേക്കാകുമെന്ന്. അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം 1945 സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം
ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ രാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായ ഒരു കാര്യം, എണ്ണ കയ്യിലുള്ളവർക്ക് വലിയ സ്വാധീനം ഉണ്ടാകും എന്നാണ് അവർ വിചാരിച്ചത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ ഉണ്ടെങ്കിൽ വലിയ സേഫ്റ്റി ഉണ്ടാകും എന്നുള്ളതും അവർ വിചാരിച്ചു, ആണവായുധം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയത് കാല് വെച്ചത് ഓർമ്മയുള്ളൂ. കാരണം ഇപ്പോൾ കാലെങ്ങനെയെങ്കിലും പിൻവലിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇറാൻ അഭ്യർത്ഥിച്ചു, അതുകൊണ്ട് ഞങ്ങൾ 5 ദിവസം വെടിനിർത്തുകയാണെന്നാണ്. ഇറാൻ പറയുന്നത് ചർച്ച ചിലപ്പോൾ ഒറ്റക്ക് നടത്തിയിട്ടുണ്ടാവും, ഞങ്ങളായിട്ടൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഒരു 9,600 കോടി രൂപ പെർ ഡേ യുദ്ധത്തിന് വരുന്ന ചിലവൊക്കെ തന്നെ അമേരിക്കക്ക് താങ്ങാൻ പറ്റാതായിരിക്കുന്നു. കൂടാതെ ഇറാന് വലിയ ആയുധങ്ങൾ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ ഒരു മിസൈൽ 4000 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന മിസൈൽ അവർ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത വന്നിരുന്നു. ആ വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ വേറൊരു ചാനലിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു അത് റഷ്യയോ ചൈനയോ സഹായിച്ചതാകാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം റഷ്യയും ചൈനയും ഒക്കെ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ആയുധങ്ങളുടെ കാര്യത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം എളുപ്പത്തിലൊന്നും തീരില്ല. അവിടെ വളരെ എളുപ്പത്തിൽ അമേരിക്കക്ക് ആക്രമിക്കാം എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. നേരത്തെ പറഞ്ഞ സർവൈലൻസ് ക്യാമറകളൊക്കെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കിൽ ഇന്ത്യ പറഞ്ഞ നുഴഞ്ഞു കയറിക്കൊണ്ടാണ് മൊസാദ് കൃത്യമായിട്ട് ആയത്തുള്ള അലി ഖൊമേനി എവിടെ നിന്നുണ്ടെന്ന് കണ്ടെത്തുകയും കൃത്യമായിട്ട് അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്ത് മറ്റ് നിരവധി പേരെ അവർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമൊക്കെ അവർ തകരാറിലാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ മിലിറ്ററികൾ ഒരു 36ഓളം വരുന്ന ഡിവിഷനുകളാക്കി മാറ്റുകയും ഓരോ ഡിവിഷനുകളിലും 10ഓളം പേരെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടുകളെ തീരുമാനിക്കുകയും ആരൊക്കെ മരിച്ചു പോയാലും അപ്പം തന്നെ വേറൊരാൾ വന്ന് ആ സ്ഥാനം ഏറ്റെടുക്കുകയും യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്ന ലെവലിലാണ്. അതുകൊണ്ട് യുദ്ധം പെട്ടെന്നൊന്നും തീരുമെന്ന് വിചാരിക്കുന്നില്ല. ഇപ്പോൾ അമേരിക്കക്കും ട്രംപിനും ഒക്കെ തന്നെ എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് നിർത്തിയാൽ മതി എന്നാണ്. ഇതിന് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ട്രംപിന് 2 മറ്റ് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന്, അവിടെ അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ഒരു ഹിതപരിശോധനയുണ്ട് 2-2.5 കൊല്ലമാകുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹിതപരിശോധന വരുമ്പോൾ അമേരിക്കയിലൊക്കെ തന്നെ വലിയ യുദ്ധവിരുദ്ധ റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തങ്ങൾക്കെതിരാകുമോ എന്ന് പറയുന്നൊരു തോന്നലുണ്ടായിരിക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അമേരിക്കയുടെ മേൽക്കൈ ഉണ്ടായിരുന്നത് ഗൾഫ് കൺട്രീസുകളിലെല്ലാം തന്നെ വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു. കാരണം അമേരിക്കയൊക്കെ എല്ലാം തന്നെ അവിടുത്തെ സൈനിക ബേസുകൾ ഇവ അനുവദിച്ചിരുന്നു. ആ സൈനിക ബേസ് അമേരിക്കയുടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സൈന്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഗൾഫ് കൺട്രീസൊക്കെ വിചാരിച്ചിരുന്നതെങ്കിൽ അതിന് വലിയ കുഴപ്പമുണ്ടായിരിക്കുന്നു. കാരണം ഇറാൻ ഈ സൈനിക ബേസുകളിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ അത് കുറച്ചുകൂടി രൂക്ഷമാക്കിയാൽ, ഇപ്പോൾ ചെറിയ ഡ്രോണുകളൊക്കെയാണ് വിടുന്നത് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം, പക്ഷേ കുറച്ചുകൂടി രൂക്ഷമാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഭയമുണ്ടായിരിക്കുന്നു. നേരെ തിരിച്ച് ഈ ഗൾഫ് കൺട്രീസിന് പോലും വന്നേക്കണ ധാരണ, ഞങ്ങൾ ഈ അമേരിക്കൻ ബേസുകൾ വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടുകയല്ല ചെയ്തേക്കുന്നത്, പകരം ഞങ്ങൾ അപകടത്തിലാവുകയാണ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്ന തോന്നലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് ലോകം തന്നെ പോകുന്നു. കൂടാതെ മറ്റ് ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഇറാനുമായിട്ട് സന്ധിസംഭാഷണത്തിൽ ഏർപ്പെടുകയും ഇന്നിപ്പോൾ ഇന്ത്യ അടക്കമുള്ള 5ഓളം രാജ്യങ്ങളിലേക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി ഈസിയായി ചരക്ക് ഗതാഗതത്തിന് അനുമതി കിട്ടുകയും ചെയ്തിരിക്കുന്നു, ഇന്ത്യക്കും പാകിസ്ഥാനും ഒക്കെ അടക്കം. അല്ലെങ്കിൽ നമ്മൾ ഓരോ കപ്പലായിട്ട് സംസാരിച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് ഇത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ കെണിയായി അമേരിക്കക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അമേരിക്കയും ട്രംപും ഒക്കെ തന്നെ വീമ്പ് പറച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. കാരണം അവിടെ നിന്നൊരു സമ്മാനം കിട്ടിയിരിക്കുന്നു, ഇറാൻ ഞങ്ങളോട് യാചിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കൂടാതെ അദ്ദേഹം 10,000-കണക്കിന് സോൾജിയേഴ്സിനെ നാവികപ്പടയും ഒക്കെ വീണ്ടും അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം പെട്ടെന്നൊന്നും തീരില്ല എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഒരു യുദ്ധം, കിലോമീറ്ററുകൾക്കും അപ്പുറത്ത് നടക്കുന്ന ഒരു യുദ്ധം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയേണ്ടത് സകല 5 സ്റ്റാർ ഹോട്ടലുകൾ മുതൽ ഏറ്റവും താഴേക്കിടയുള്ള കടകൾ വരെ നോക്കിയാൽ മതി. ഗ്യാസിൻ്റെ ലഭ്യത ഏതാണ്ട് വലിയ ദൗർലഭ്യമാണുള്ളത്. നമ്മുടെ പെട്രോൾ വരെ ഇപ്പം നയാര കൂട്ടിയിരിക്കുന്നു 5 രൂപയിൽ കൂടുതൽ. ഇനി കേരളത്തിൽ ഇന്ത്യയിൽ എത്രത്തോളം കൂട്ടുമെന്ന് നമുക്കറിയില്ല. കൂട്ടാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ടാക്സ് കുറക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എത്ര നാൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. അത്തരത്തിലുള്ള വലിയ ദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതും അമേരിക്കക്ക് ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള രാജ്യത്തിലുള്ള സാധാരണ ജനങ്ങൾ തന്നെ എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം, ഇത് ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്ന തോന്നലുകളിലേക്ക് അവർ കൂടി എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയും ട്രംപും വലിയ തോതിൽ സമ്മർദ്ദത്തിലാവുന്നു. അതിൽ നിന്ന് എങ്ങനെ തടിയൂരാം എന്ന് പറയുന്ന രക്ഷയാണുള്ളത്. അതിനുവേണ്ടി ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഒരിക്കലും ഞങ്ങൾ പാലിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ രണ്ടാമത്തെ കാര്യം, ഇറാൻ ഇങ്ങോട്ട് നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നു. ഇറാൻ പറയുന്നത് നിങ്ങളുടെ സൈനിക ബേസുകൾ എന്ത് ചെയ്യണം, ഗൾഫ് കൺട്രീസിൽ നിന്ന് ഒഴിവാക്കണം എന്നതടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങൾ കൂടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് ലോകം പോകുന്നു, കെണിയിലേക്ക് അമേരിക്ക.